ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ സെർമാറ്റിനെ പറ്റിയാണ്. യൂറോപ്പ് ട്രിപ്പിൻ്റെ 5ാമത്തെ വീഡിയോ. കഴിഞ്ഞ 2 വീഡിയോസ് താഷിനെ പറ്റിയായിരുന്നു. നമ്മൾ പ്രധാനമായും താഷിലെത്താൻ തന്നെ കാരണം ഈ സെർമാറ്റ് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഈ സെർമാറ്റ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും പൊക്കമുള്ള പർവ്വതങ്ങളിൽ ഒന്നായ മാറ്റൻഹോണിന്റെ താഴ്വരയാണ്. സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ സെർമാറ്റ്. ഈ സെർമാറ്റിന്റെ മറ്റൊരു പേര് മക്ക ഫോർ മൗണ്ടനേഴ്സ് ആൻഡ് സ്കൈയിങ് എന്നാണ്. അതിൽ തന്നെ ഉണ്ട് മൗണ്ടനിങ്ങിനും സ്കൈയിങ്ങിനും എന്തുമാത്രം പ്രാധാന്യമുള്ള പ്രദേശമാണ് ഈ മാറ്റൻഹോൺ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ സെർമാറ്റ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. ഞങ്ങളുടെ ലിസ്റ്റിൽ ഈ സെർമാറ്റ് വരുവാനുള്ള പ്രധാന കാരണം ഒരു ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോയാണ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ഏതൊക്കെ പ്രദേശം കാണണമെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്ന ഒരു നൈറ്റ് വ്യൂ ഉണ്ട്, ഒരു ഗ്രാമത്തിൻ്റെ നൈറ്റ് വ്യൂ. അത് എന്ത് വില കൊടുത്തും നേരിട്ട് അനുഭവിക്കണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ടായി. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയും അങ്ങനെയാണ് സെർമാറ്റ് ഈ ലിസ്റ്റിലേക്ക് വരികയും ചെയ്തത്. ഇപ്പോൾ ആ യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ സെർമാറ്റ് കണ്ടില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി നമുക്ക് തോന്നിയിരുന്നു. ഈ പറഞ്ഞ വ്യൂവിനെ പറ്റിയോ ഫോട്ടോയെ പറ്റിയോ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അവിടെ ചെല്ലുന്നത് വരെ. പക്ഷേ എനിക്ക് സെർമാറ്റ് കാണണമെന്ന് തോന്നിയത് വേറൊരു ഫോട്ടോയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോബ്ലൻ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ. ഒത്തിരി വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൗണ്ടൻ്റെ താഴെ ആ മൗണ്ടൻ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ടോബ്ലറിൻ്റെ ഫോട്ടോസ്. അപ്പോൾ അത് എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ടോബ്ലറിൻ്റെ മുകളിലുള്ള ആ പർവ്വതത്തിൻ്റെ ഫോട്ടോ മാത്രമല്ല മാറ്റൻഹോണിനെ പ്രശസ്തമാക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ കയ്യിൽ ധരിച്ചിരിക്കുന്ന വാച്ച് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മെയിൻ പ്രൊഡക്ഷനും ഔട്ട്ലെറ്റുകളും ഒക്കെ അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞു. മോഹൻലാൽ ധരിച്ചിരുന്ന ആ ഒരു വാച്ച് മാത്രമല്ല, ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഏറ്റവും എക്സ്പെൻസീവായ വാച്ചസ് എല്ലാം തന്നെ അവിടുത്തെ ആ ഒരു ടൗണിലെ ഷോപ്പുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു നാൾ വാങ്ങിക്കണമെന്നൊക്കെ തോന്നും, പക്ഷേ അതൊന്നും വാങ്ങിക്കുവാനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിലില്ല. അത്രമാത്രം എക്സ്പെൻസീവാണ് ആ വാച്ചസ് എല്ലാം. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സെർമാറ്റ് അട്രാക്ഷൻ്റെ അല്ലെങ്കിൽ സെർമാറ്റ് വിസിറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ്. സെർമാറ്റ് മാറ്റൻഹോണിൻ്റെ താഴ്വര സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിൽ ഒന്നാണ് മാറ്റൻഹോൺ. അതിൻ്റെ താഴ്വരയിലാണ് ഈ സെർമാറ്റ് എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമം. സ്വിറ്റ്സർലാൻഡിൻ്റെ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ അതിൽ ഏറ്റവും സദേൺ മോസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് ഈ സെർമാറ്റാണ്. വിസ്പ് ഡിസ്ട്രിക്റ്റിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ സെർമാറ്റ്. ഇവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗവും ജർമ്മനാണ് സംസാരിക്കുന്നത്. വെറും 5800ഓളം ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കുറച്ച് ആളുകളാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നത്. നിങ്ങൾ ഈ പോകുന്ന വാഹനത്തെ ശ്രദ്ധിച്ചു, അതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിളാണ്. ആദ്യമേ പറഞ്ഞല്ലോ, സെർമാറ്റിലേക്ക് ഓട്ടോമൊബൈൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇവിടെ എല്ലാ വാഹനങ്ങളും ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. പ്രകൃതിക്ക് ഒരു പോറലും ഏൽക്കാതിരിക്കുവാനുള്ള സ്വിസ് ഗവൺമെൻറ്റിൻ്റെ കർശനമായ നിയമമാണ്. ഇതൊരു വ്യൂ പോയിന്റിലേക്കുള്ള ഒരു പാതയാണ്. ഇതിൻ്റെ 2 വശത്തും വലിയ വലിയ ഷോപ്പുകളാണ്. ഈ ഷോപ്പുകളിൽ ഭൂരിഭാഗവും റെസ്റ്റോറൻറ്റുകളും ടെക്സ്റ്റൈലുകളും വാച്ച് കമ്പനികളുടെ ഔട്ട്ലെറ്റുകളാണ്. ലോകത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള ഒട്ടുമിക്ക എക്സ്പെൻസീവ് വാച്ചുകളുടെയും ഔട്ട്ലെറ്റുകളും ഷോറൂമുകളുമൊക്കെ ഈ ഒരു ചെറിയ പ്രദേശത്തുണ്ട്. എന്തുകൊണ്ട് ഈ പ്രദേശത്ത് ഇത്രമാത്രം വാച്ചുകളുടെ പരസ്യവും വാച്ചുകളുടെ ഔട്ട്ലെറ്റുകളും വന്നു എന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞല്ലോ, സെർമാറ്റ് എന്ന് പറയുന്നത് മക്ക ഫോർ മൗണ്ടനിങ് ആൻഡ് സ്കീയിങ് ആണ്. നിങ്ങളൊരു സാഹസികനായ ടൂറിസ്റ്റ് ആണെങ്കിൽ, മൗണ്ടനിങ്ങും സ്കീയിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സെർമാറ്റാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഡ്വഞ്ചറസ് ടൂറിസത്തിനായി ഒരുപാട് സഞ്ചാരികൾ ഈ മേഖലയിലേക്ക് വരുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരു ട്രാജിക് സ്റ്റോറിയും സെർമാറ്റിനുണ്ട്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേസ്. ഹഗ്നോട്ടൻസ് എന്ന ഒരു വിനോദസഞ്ചാരിയുടെ തിരോധാനം അത് ഇന്നും ഒരു അൺസോൾവ്ഡ് കേസായിട്ട് തുടരുന്നുണ്ട്. 1958 ബ്രിട്ടീഷ് ഹൈക്കറായ ഹഗ്നോട്ടൻ ഒറ്റയ്ക്ക് മാറ്റൻഹോൺ കീഴടക്കുവാനായി വരികയായിരുന്നു. സോളോ ട്രെക്കിങ്ങിനിടയിൽ കാഴ്ചകളൊക്കെ കണ്ട് നീങ്ങുന്നതിനിടയിൽ ഹഗ്നോട്ടൻ അപ്രത്യക്ഷമാവുകയായിരുന്നു. പുള്ളിയുടെ തിരോധാനം ഇന്നും ഒരു മിസറിയാണ്. ഇതുമായി അനുബന്ധിച്ച് ഒരുപാട് കഥകൾ അവിടെയുണ്ട്.
പുള്ളി മനഃപൂർവ്വം അപ്രത്യക്ഷമായതാണെന്നും അതല്ല ആക്സിഡൻറ്റിൽപ്പെട്ട് മഞ്ഞുമലയിൽ എവിടെയോ ഉറഞ്ഞിരിക്കുകയാണെന്നും ഒക്കെ നിരവധി കഥകളുണ്ട്. എന്താണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇന്നും ഒരു ചുരുളഴിയാത്ത രഹസ്യമാണ്. ഇതുപോലെ അനവധി ജീവനുകൾ മാറ്റൺ ഹോണിൽ ഒലിഞ്ഞു പോയിട്ടുണ്ട്. 1865 മറ്റൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്. 4 മൗണ്ടനേഴ്സാണ് ഇതേ മാറ്റൺ ഹോണിൽ മഞ്ഞുമലകളിൽ പെട്ട് മരണപ്പെട്ടത്. 4 പേരും ഒന്നിച്ച് ട്രെക്ക് ചെയ്യുകയായിരുന്നു. ഏറ്റവും മുകളിലുണ്ടായിരുന്ന ആൾ ചറുകുകയും അത് നേരെ ബാക്കിയുള്ള 3 പേരെയും വലിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകുകയുമായിരുന്നു. ദുരന്തം മാത്രം പറയുന്നില്ല, ദുരന്ത കഥകൾ ഞാൻ അവിടെ നിർത്തട്ടെ. മോഹൻലാൽ കൈകെട്ടിരിക്കുന്ന വാച്ചാണ്, സിസ്മേഡാണ്. ഇതാണ് നമ്മൾ അടുത്തിടയ്ക്ക് ന്യൂസിലൊക്കെ കേട്ട, അല്ലെങ്കിൽ നമ്മൾ ബ്ലോഗേഴ്സൊക്കെ എടുത്തത് ഈ ഒരു വാച്ചിനെ പറ്റിയാണ്. തൊട്ടപ്പുറത്ത് സിസ് ഔട്ടുണ്ട്, അതിനപ്പുറത്ത് റോളക്സ് ഉണ്ട്. എല്ലാം ഒരിടത്ത് തന്നെ ഉണ്ടായി. പ്ലേറ്റിലെ മല അന്വേഷിച്ചെത്തിയ അബീനാക്ക് ഏത് മല കണ്ടാലും ടോബ്ലറിന്റെ എന്നാൽ ഇതൊന്നുമല്ല നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു മൗണ്ടനും അതിൻ്റെ വ്യൂ. അതിനിനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടത്. സെർമാറ്റിലെ ചെറിയൊരു ഫൗണ്ടനാണിത്. ഇത് കുടിവെള്ളമാണ് ആക്ച്വലി. ആളുകൾ കുടിക്കുവാനും വാട്ടർ ബോട്ടിൽ നിറയ്ക്കുവാനും ഒക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നിറയെ കോയിനുകളാണ്. പലരും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അന്ധവിശ്വാസങ്ങളോ വിശ്വാസങ്ങളോ എന്തിൻ്റെയോ ഭാഗമായി കൊണ്ടിടുന്ന കോയിനുകളാണ്. അങ്ങ് ദൂരെ നമ്മൾ ഇതുവരെ തേടിക്കൊണ്ടിരുന്ന മാറ്റൺ ഹോണിൻ്റെ ആ ഐക്കോണിക്കായ ഇമേജ് മഞ്ഞുമേഘങ്ങൾക്കിടയിൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. മഞ്ഞുമേഘങ്ങൾ കണ്ട് മൂടപ്പെട്ടതിനാൽ തന്നെ ഈ ഒരു കാഴ്ച നമ്മൾ അല്പം ഒന്ന് പഠിപ്പിച്ചു. കാരണം സെർമാറ്റിൽ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒന്ന് ഇതാണ്, ആ ഒരു ഐക്കോണിക്കായ ഇമേജിന് ഒരു പ്രാവശ്യം കാണുകയായിരുന്നു. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതാണ് പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് ഈ സെർമാറ്റ് ഞങ്ങളുടെ ചെക്ക് ലിസ്റ്റിലോട്ട് ഇട്ടത്. മുകളിൽ അവിടെ കാണുന്ന ഒരു മലയുണ്ട്. ഇതാണ് നമ്മുടെ ടോബ്ലറിൻ ചോക്ലേറ്റിലുള്ള സെയിം മൗണ്ടനാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് കുറച്ച് ക്ലൗഡി ആയിട്ട് നിൽപ്പുണ്ട്. അത് ഹോപ്പ്ഫുള്ളി അത് മാറാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ, അത് ആ ക്ലൗഡ് താഴേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പല സ്വിറ്റ്സർലാൻഡിന്റെ പല വീഡിയോസിലും പല അഡ്വർടൈസ്മെന്റ്സിലും നമ്മൾ കണ്ടത് ഈ ഒരു മലയാണ്. മാറ്റൺ ഹോൺ എന്നാണ് ഇതിന്റെ പേര്. ഇത് ആക്ച്വലി അല്പം മുമ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൺലൈറ്റ് അതിൽ വീണിട്ട് ഭയങ്കര ഗോൾഡൻ കളറിലാണ് അത് വിസിബിൾ ആയിരുന്നത്. ഞങ്ങൾക്ക് അത് ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നത്, ക്ലൗഡ്സ് താഴേക്ക് വരുന്നുണ്ട്. എന്തു തന്നെയായാലും അല്പനേരം കാത്തിരിക്കുവാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ആ ഒരു മഞ്ഞുമേഘം മാറിക്കഴിഞ്ഞിട്ട് ആ മാറ്റൺ ഹോണിൻ്റെ പൂർണ്ണ രൂപവും നമ്മുടെ ടോബ്ലറിൻ ചോക്ലേറ്റും ചേർത്ത് വെച്ചൊരു ഫോട്ടോ എടുത്തു. ഭാഗ്യവശാൽ പതിയെ ആ മഞ്ഞ് മാറുകയായിരുന്നു. ഞങ്ങളുടെ യാത്ര വിഫലമായില്ല. ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. റീൽസിന് വേണ്ടിയുള്ള വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല അനുഭവം തന്നെയായിരുന്നു. ക്ലൗഡൊക്കെ മാറി മാറ്റൺ ഹോൺ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റി. ഭയങ്കര ഹാപ്പിയായി. ടോബ്ലർ അവിടെ പോകണം എന്ന് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു സെർമാറ്റിൽ. ഇതുപോലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മാറ്റൺ ഹോൺ തെളിയുന്നത് നോക്കി നിന്ന സമയത്ത് ഒരുപാട് ഫാമിലീസും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടതാണ് അവരെ. എനിക്ക് കണ്ടപ്പോൾ സ്പൈഡർമാൻ ആക്ടറാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, പരിചയപ്പെട്ടു. US നിന്ന് വന്നവരായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. അങ്ങനെ ഫോട്ടോസ് എടുത്തതാണത്.